എനിക്ക് എന്റെ ഭാര്യയോട് തീരെ താല്പര്യമില്ല. തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഒന്നും പറയുമല്ലോ. പോലീസായിട്ട് എത്ര നാളായി? ഇപ്പോൾ പോലീസായിട്ട് 10 വർഷമായി. ഈ പോലീസാണെങ്കിൽ മുൻപ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്? ജോലിക്ക് കയറി കഴിഞ്ഞിട്ടാണ്. കുറച്ച് നേരത്തെ ജോലി കിട്ടിയ ആളാണ്. ഒരു 22-ാം വയസ്സിൽ ജോലി കിട്ടിയ ആളാണ്. ഇനി ഞാൻ ചോദിക്കാൻ പോണത് നമ്മുടെ കേരളക്കാർക്ക് മൊത്തം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദിസ് തിങ് വിത്ത് ഫഹദ്? ഈ പോലീസുകാരിൽ തന്നെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേറെ ഇതുപോലെ തന്നെ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇഷ്ടമുള്ള ജോലി ആയിരിക്കില്ല. പോലീസിൻ്റെ കാര്യമല്ല, ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്. ഇഷ്ടമുള്ള ജോലിയിലായിരിക്കില്ലല്ലോ ചെന്ന് നിൽക്കുന്നത്. ഈ പറഞ്ഞാൽ ഇമോഷൻ വരുമ്പോൾ ചിലപ്പം ഡയലോഗ് തെറ്റും. ഡയലോഗ് കറക്റ്റായിട്ട് വരുമ്പോൾ ഇമോഷൻ തെറ്റും. ഇല്ല ടൈമിങ് പോകും. ഈ സിനിമയുടെ ഇഷ്ടം വന്നത് എങ്ങനെയാ? അങ്ങനെ പറയാൻ പറ്റില്ല. ചെറുപ്പം തൊട്ടേ ഇതൊക്കെ തന്നെ ഭയങ്കര സിനിമ ഇങ്ങനെ ടി വിയിൽ വരുമ്പോൾ സിനിമ ആണ്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ പോകാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ തിയേറ്ററിൽ പോകുക. അത് തന്നെ. എൻ്റെ കൂടെ നിന്ന് ഒരാളുണ്ട്, പക്ഷെ ശരിക്കും ആൾ ഒരാളല്ല, 2 ആളാണ്. ഒരു ആക്ടറുമാണ്, അതുപോലെ തന്നെ ഒരു പോലീസുകാരനുമാണ്. എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബിബിൻ. ഹായ്, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ശരിക്കും ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എത്ര നാളായി? ഇൻസ്റ്റാഗ്രാം റീൽസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6-7 വർഷമായി. നമ്മൾ ശരിക്കും തുടങ്ങുന്ന ടിക്ടോക്ക്, മ്യൂസിക്കലി ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ബാനായി പോയി. പിന്നീട് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കാണ് വന്നിരുന്നത്. ഫേസ്ബുക്കിലും പക്ഷേ റീൽസായിട്ട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ പോസ്റ്റായിട്ട് നമുക്ക് ഇടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ കാണുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകും തോന്നില്ല. അപ്പം അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം റീൽസിന് വേണ്ടി മാത്രമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ടായത്. അപ്പോഴാണ് അത് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇട്ട് തുടങ്ങിയത് അതിൽ. ഓക്കെ. പോലീസായിട്ട് എത്ര നാളായി? ഇപ്പോൾ പോലീസായിട്ട് 10 വർഷമായി. 10 വർഷമായി. ഒട്ടുമിക്ക എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു 2-3 ജില്ലകളേ ഉള്ളൂ വർക്ക് ചെയ്യാത്തത്. ബാക്കി എല്ലാ ജില്ലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ കൊച്ചി തന്നെയായിരുന്നു. ഇപ്പോൾ എൻ്റെ നാട് ഇടുക്കിയാണ്. ഇടുക്കി തന്നെ ഒരു 5-6 വർഷമായിട്ട് ഇടുക്കി തന്നെ. ഈ പോലീസാണെങ്കിൽ മുൻപ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്? വീഡിയോ ഇടുന്നത് പോലീസിങ് ജോലിക്ക് കയറി കഴിഞ്ഞിട്ടാണ്. ഈ പറഞ്ഞാൽ എനിക്ക് വളരെ കുറച്ച് നേരത്തെ ജോലി കിട്ടിയ ആളാണ്. ഒരു 22-ാം വയസ്സിൽ ജോലി കിട്ടിയ ആളാണ്. അപ്പോൾ അതിന് മുമ്പ് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂള് ആ കാലഘട്ടങ്ങളിലൊക്കെ മോണോ ആക്ട് പരിപാടികൾ അല്ലെ സ്കൂളിലെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എൻ്റർ ആയത് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോഴാണ്. സ്കൂളിലും കോളേജിലൊക്കെ എന്തായിരുന്നു? കോളേജിലല്ല, സ്കൂളിൽ ഈ പറഞ്ഞാൽ നമ്മുടെ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള മോണോ ആക്ട് പരിപാടി അതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ആ അന്നത്തെ കാലത്തുള്ള ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ LKG തൊട്ട് ഒന്നിച്ചിരുന്ന് പഠിച്ച് ഒരേ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പം അവരെല്ലാവരും തന്നെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവർക്ക് എങ്ങനെ സപ്പോർട്ട്? അവർ നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ഇല്ലെങ്കിൽ വലിയ പാടാണ്. നമ്മളൊരു പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ ഫ്രണ്ട്സിൽ നിന്നും സപ്പോർട്ട് കിട്ടിയാൽ നമുക്കൊരു പക്ഷേ കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് കയറി പോവാം. എനിക്ക് തോന്നുന്നു അതെ. അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇച്ചിരി പാടുപെടും. നമ്മൾ അതിലേക്കൊന്ന് അഡ്ജസ്റ്റായി സെറ്റായിട്ട് വരാനായിട്ടൊക്കെ ഇച്ചിരി പാടാണ്. ഇനി സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഞാൻ ചോദിക്കാനെന്ത് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത ആരിലൊക്കെ ഉണ്ടാവുമല്ലോ, എന്തിനാണ് വെറുതെ പുച്ഛമൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? പുച്ഛമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞാൽ കാണാതെ സംസാരിച്ചിട്ടുണ്ട്, അറിയില്ല. ഈ പറഞ്ഞാൽ നമ്മളതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്കൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളത് മൈൻഡ് ചെയ്യാതെ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കതൊരു നാണമായിട്ട് തോന്നുമോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഒരു പ്രശ്നം അതായിരിക്കാം. എല്ലാവരും പറയല ആൾക്കാരെന്ത് ചിന്തിക്കും എന്നുള്ളത്. നമ്മൾ കുഴപ്പമില്ലാതെയാണ് ചെയ്യുന്നത്, നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആരെങ്കിലും ചെയ്യണ്ട അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ചെയ്യണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു പ്ലാറ്റ്ഫോം നല്ലതാണെന്ന് തോന്നുന്നു എനിക്കത് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒരുപക്ഷെ നമ്മുടെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നാൽ അതുവരെ അയച്ചു തരുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള സുഹൃത്തുക്കൾ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെല്ലാം അപ്പോൾ നമ്മളെ വിളിച്ച് ഇത് അയച്ചു തന്ന് എടാ അയക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർമാരുടെ നമ്പർ തരുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ വാട്സപ്പിലൊന്നും നമ്മൾ മെസ്സേജ് അയച്ച ഔട്ടൊന്നും അങ്ങനെ കിട്ടുമൊന്നുമില്ല. കാരണം എത്രയോ മെസ്സേജുകൾ അവർക്ക് വരുന്നതാണ്. അപ്പോഴും അവരുടെ ഭാഗത്ത് ഞാൻ പറയുകയാണ്, ഓരോരുത്തരുടെ ഭാഗത്ത് നിന്ന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പക്ഷേ സുഹൃത്തുക്കളില്ലെങ്കിൽ
അല്ല നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരില്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് പാടായിട്ട് വരും. നമ്മൾ ഒറ്റയ്ക്ക് ഓടിയാൽ നമ്മൾ ഒറ്റയ്ക്ക് ഓടണം, പക്ഷേ സപ്പോർട്ടീവായിട്ട് ആളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് എത്തും തോന്നുന്നില്ല നമുക്ക് അങ്ങോട്ട്. ബുദ്ധിമുട്ടായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇടുമ്പോൾ നമ്മുടെ ആ ഒരു ടാലൻറ്റ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണാൻ പോകുക എന്നുള്ളൊരു സാധനമല്ലേ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എങ്ങനെയാണ് വന്നത്? സ്കൂളിലൊക്കെ മറ്റേ മോണാക്ട് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്? ഇപ്പം ഞാനിടുന്ന കണ്ടന്റിൽ ചെയ്യുമ്പോൾ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലിപ്സിങ്ക് കറക്റ്റ് ആവണം, അഭിനയം കറക്റ്റ് ആവണം, അതിൻ്റെ ഇടയ്ക്ക് ടൈമിങ് കറക്റ്റ് ആവണം. 3 കാര്യങ്ങളാണ്. പിന്നെ അഭിനയം കറക്റ്റ് ആണ്. 4 കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് വരണം. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ഞാൻ അങ്ങനെ വേറെ ഇതായിട്ട് പറയുന്നതല്ല, കണ്ടന്റ് ക്രിയേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു സാധനം പഠിച്ചു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഒരു മൈക്ക് കൂടെ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ഈ ലിപ്സിങ്കിൽ അതിൻ്റെതായ ഇച്ചിരി പാടാണത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ ഇത് ഏതാണ്ട് നമുക്ക് ഒരു 90% ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാനത് അപ്ലോഡ് ചെയ്യാറുള്ളൂ, ഇല്ലെങ്കിൽ ഞാനത് ചെയ്യാറില്ല. അങ്ങനെ കളഞ്ഞ കുറേ ഉണ്ട്. ഇല്ല, അങ്ങനെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അത് ഇതുപോലെ ചിലപ്പോൾ ചില ഏറ്റവും വലിയ ആക്ടേഴ്സ്, ഏറ്റവും ടോപ്പായിട്ടുള്ള ആക്ടേഴ്സ് പറയുന്ന ചില ഡയലോഗുകൾ ചിലപ്പം നമ്മൾ പറഞ്ഞാൽ ചിലപ്പം അത് സിങ്ക് ആവില്ല. കാരണം അവരുടെ ഡയലോഗ്, അവരുടെ മോഡുലേഷൻ അത് നമ്മളുമായിട്ട് ചിലപ്പം റെഡി ആയെന്ന് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് റെഡി ആവില്ല. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ പറഞ്ഞാൽ കുറച്ച് മാസമായിട്ടുള്ള കാര്യങ്ങളാവാൻ ചിലപ്പം അങ്ങനെയൊക്കെ വരുന്ന ചിലപ്പം സിങ്ക് ആവില്ല. അങ്ങനെയൊക്കെ വരുന്നത് ചിലപ്പം നോക്കിയിട്ട് നമുക്ക് വർക്കായില്ല, നമ്മൾ ഒഴിവാക്കും. പരമാവധി വർക്ക് ചെയ്ത് നമുക്ക് ഓക്കെ ആവുന്നോട് വരെ ചെയ്യാന്നുള്ളതാണ്. ഒഴിവാക്കിയിട്ടുള്ള ഇതിലും തിരിച്ചിട്ടാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. തിരിച്ചിട്ടിട്ടുണ്ട്. ഈ നമ്മുടെ പ്രജാ സിനിമയിലെ 2 പേരുടെ ഡയലോഗ്, അതായത് ലാഹിൽ വക്സിന്റെ ഡയലോഗും അതുപോലെ സക്കീർ ഹുസൈൻ്റെ ഡയലോഗ്, മോഹൻലാലും നമ്മുടെ എൻ വർഗീസ് 2 പേരുടെയും തീ പാർന്ന ഡയലോഗുകളാണ്. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഞാനത് ചെയ്ത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഒരു റീൽ ഇങ്ങനെ പഠിച്ച് ചെയ്യാൻ എത്ര സമയം എടുക്കും? കുറേ സമയം എടുക്കും. അതിന് സമയം ഇതില്ല. ആദ്യം ഡയലോഗ് പഠിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ 5-6 ദിവസം എടുത്തിട്ടായിരിക്കും ഡയലോഗ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ചെറിയ വർക്കുകൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ വോയിസ് ഇങ്ങനെ ഫോണിൽ നമ്മൾ കേട്ടുകൊണ്ട് അങ്ങനെ നടക്കും. അപ്പോൾ ഈ വോയിസ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ലാഗ് വരുന്നത്, ടൈമിങ് പിന്നെ കറക്റ്റ് ആവും. അഭിനയം പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാതെ അങ്ങ് വന്നോളൂ. ഞാൻ കണ്ടതെന്ന് മൈന്യൂട്ട് സാധനങ്ങളില്ലേ, ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടായിരിക്കും, അതുവരെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചേട്ടൻ ചെയ്യണേ. അപ്പോൾ പിന്നെ അതിന് പ്രാക്ടീസ് ഉണ്ടോ അതോ സ്പോണ്ടേനിയസ്ലി തന്നെയാണോ എന്നൊക്കെ? ഇല്ലില്ല, അത് നോക്കാറുണ്ട്. മാക്സിമം അത് തന്നെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാവാം ആൾക്കാർ നമ്മളെ ഇത്ര സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് കൊണ്ടാവാം. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു, ഒരുപാട് പേര് പറയാറുണ്ട് അത്. എപ്പോഴാണ് ഷൂട്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെ സമയമൊക്കെ? ഏകദേശം ഒരു വൈകുന്നേര സമയമാണ്. വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വീഡിയോ എടുത്തു തരാനായിട്ട് നമ്മുടെ അടുത്ത ആൾക്കാരില്ല. വീഡിയോ എടുക്കുമ്പോൾ വേറൊരു രീതിയിൽ എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ എല്ലാം സ്റ്റാൻഡ് തന്നെ വെച്ച് ബൈ ക്യാമറ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആവണം, ലൈറ്റ് കറക്റ്റ് ആവണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കാവില്ല. മോർണിംഗ് ടൈം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ ചെയ്യുന്ന മിക്കവാറും ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈം അപ്പോൾ ആ ഒരു സൺസെറ്റിൻ്റെ സമയമായി കഴിയുമ്പോൾ കറക്റ്റ് ലൈറ്റ് പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയാണ് അതെല്ലാം ചെയ്യാറ്. അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ്? അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ നോക്കാറുണ്ട്, പക്ഷെ അതിലൊന്നും വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എനിക്കൊരു സംശയമുണ്ട് കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി, ഇപ്പം നമ്മൾ രാവിലെ ഞാൻ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് പറയുന്നത്. ഞാൻ രാവിലെ 7 മണിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7 മണിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത പോകുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും രാവിലെ എണീക്കുന്ന സമയമാണ്. എണീക്കുമ്പോൾ എന്തായാലും ഫോൺ നോക്കും. ആ സമയത്ത് ഒരു ഇനീഷ്യൽ ബൂസ്റ്റിംഗ് ഉണ്ടായാൽ എല്ലാവരും രാവിലെ എണീറ്റിട്ട് വരുന്ന സമയമാണല്ലോ. അത് ഒരു തോട്ട്. രണ്ടാമതൊരു 9:30-10 മണി സമയം, എല്ലാവരും ജോലിയിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്തിന് മുമ്പ് ഫോൺ നോക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പതിവ് പോലെ എല്ലാവർക്കും അറിയാവുന്ന വൈകുന്നേരം 6 മണി സമയം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അതിലിപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആ സമയത്ത് ഇട്ടാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ഉച്ച സമയത്തൊക്കെ ഇടുന്നതിലും കുറച്ചുകൂടെ കൂടുതൽ റീച്ച് നമുക്ക് ഇനിഷ്യലി കിട്ടുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ എല്ലാം ഒരു അൽഗോരിതം ആണല്ലോ. നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ടാലും അൽഗോരിതം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ വലിയ കഥയൊന്നുമില്ല. അതാണ് നേരത്തെ കോണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യം പറയില്ലേ, എപ്പോഴും ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ക്രിയേഷനിലൊക്കെ ഇറങ്ങിയാലോ എന്ന് ചിന്തിച്ചായിരുന്നോ? തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. നമ്മളൊരു ടീമൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കും. പക്ഷേ എല്ലാവർക്കും ഓരോ തിരക്കുകൾ കാരണം നമുക്ക് അതിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അതിലേക്ക് മനഃപൂർവ്വം തിരിയാത്തൊന്നുമല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞാൽ ഇത്രയും പേര് നമ്മൾ ഫോളോ ചെയ്യുന്നതും അല്ല നമുക്ക് ഇത്ര ഔട്ട് കുറച്ച് കിട്ടിയതും ഇതേ ലിപ്സിങ്ക് തന്നെ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് തന്നെ നമ്മൾ ചെയ്തു പോകുന്നത്. കണ്ടന്റ് ക്രിയേഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല എന്ന് പറഞ്ഞാൽ ഒരു സാധനം എഴുതി ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ അങ്ങനെയൊന്നും അല്ല. നമുക്കൊരു സ്ക്രിപ്റ്റ് ആരെങ്കിലും തരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ആരും തരാനായിട്ടില്ലല്ലോ.
അതെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ക്രിയേഷനിൽ വീഡിയോ പിടിക്കാനായിട്ട് ഒരാൾ വേണം, കൂടെ ഒരാൾ വേറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഭിനയിക്കാനായിട്ട് വേറൊരാൾ വേണം. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നോക്കി ഇപ്പം ആരും ബുദ്ധിമുട്ടിക്കേണ്ട. അത് വരുന്നു, നേരെ സ്റ്റാൻഡിൽ ഈ പറഞ്ഞ പോലെ ഫോൺ വെക്കുന്നു, പിന്നെ ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, നേരെ ചെയ്യുന്നു. പിന്നെ ആർക്കും വിഷയമില്ലല്ലോ, നമ്മൾ പഠിച്ചാൽ മതി, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പോലീസുകാരിൽ തന്നെ ഇപ്പൊ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേറെ ഇതുപോലെ തന്നെ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇഷ്ടമുള്ള ജോലി ആയിരിക്കില്ല, പോലീസിൻ്റെ കാര്യമല്ല ഞാൻ മൊത്തത്തിലേ പറയുന്നത്, ഇഷ്ടമുള്ള ജോലിയിലായിരിക്കില്ലല്ലോ ചെന്ന് നിൽക്കുന്നത്. ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ അങ്ങോട്ട് നമുക്ക് കടക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ടിക്ടോക്ക് തുടങ്ങിയപ്പം എൻ്റെ കൂടെ ഒരു 4-5 പോലീസുകാരുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ കൊച്ചിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ടിക്ടോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അത് ബ്രേക്കായി എല്ലാവരും ഇൻഡിവിജ്വലായി ഈ പറഞ്ഞ പോലെ ഇടുക്കിയിലേക്ക്, അതായത് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ വർക്കാണ് അവിടെ വരുമ്പോൾ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് എല്ലാവരും ബ്രേക്കായി, എല്ലാവരും പല പല പരിപാടികളായിട്ട്. അവരൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ടോ ഇൻഡിവിജ്വൽ? ഇല്ല, അത് ചെയ്യുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. ആക്ടിംഗ് വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, പങ്കെടുത്തിട്ടില്ല. ഇല്ല. ഓഡീഷൻസ് ഒക്കെ പോയിട്ടുണ്ട്? ഓഡീഷൻസ് പോയിട്ടുണ്ട്. അതപ്പോൾ എന്നോട്ട് പോകാൻ തുടങ്ങിയത്? ഓഡീഷൻസ് ഒക്കെ പണ്ട് തൊട്ടേ പോകാറുണ്ട്, ഒരു 4-5 വർഷമായിട്ട് പോകാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഓഡീഷൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടും ഇതിൽ ചിലപ്പോൾ വർക്കാവണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാവരും നോക്കുന്ന രൂപം, അവരുദ്ദേശിക്കുന്ന രൂപം, ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന ഇച്ചിരി വണ്ണമുള്ള ഒരാളാണെങ്കിൽ നമ്മളെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നമുക്ക് വരുന്ന സാഹചര്യം വരുമ്പോൾ നമുക്കത് റെഡി ആകുമായിരിക്കും, നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ കിട്ടിയ 1-2 പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്, പറയാറായിട്ടില്ല. അതാ ഞാൻ ചോദിക്കാം, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ പറയാം. കാരണം ഈ പറഞ്ഞ പോലെ ഒരു വർക്ക് വന്ന് അത് അഭിനയിച്ച് എഡിറ്റിംഗ് ടേബിളൊക്കെ കഴിഞ്ഞ് റിലീസായാൽ മാത്രമേ നമ്മളതിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എത്ര? 2-3 പരിപാടികളുണ്ട്. ഒന്നും പറയുമല്ലോ. ഇനി ഞാൻ ചോദിക്കാൻ പോണത് നമ്മുടെ കേരളക്കരക്ക് മൊത്തം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദിസ് തിങ് വിത്ത് ഫഹദ്? ഈ ഫഹദ് ഇതിന് മുമ്പ് റീലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പ് അല്ല പറഞ്ഞിട്ടുണ്ടോ ഫഹദിനായിട്ടുണ്ടെന്ന്? ഇല്ല. കണ്ണൊക്കെ ഫഹദിനെ പോലെ ആരും പറയാനുള്ള കണ്ണ് ഇപ്പൊ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോ മുമ്പ് ഇരിക്കുവാണല്ലോ, ഒരു എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായ കാര്യം, ഞാനത് അനലൈസ്, ഇപ്പം നമ്മൾ തന്നെ അനലൈസ് ചെയ്യില്ല ഇത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം അനലൈസ് ചെയ്ത കാര്യത്തിൽ എനിക്ക് 2 കാര്യങ്ങളാണ് മനസ്സിലായത്. ഒന്ന്, കണ്ണ് മാത്രം എടുത്താൽ ചിലപ്പോൾ ആ ഒരു സിമിലാരിറ്റി ഉണ്ടാവാം. 1. 2 എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. പുള്ളി അടുത്ത സിനിമകളിൽ ഇപ്പോൾ ചെയ്തേക്കുന്ന ഏത് വേഷം എടുത്താലും ഒരു സാധാരണ വേഷമാണെങ്കിൽ പോലും പുള്ളി അതിൽ ഇങ്ങനെ അങ്ങ് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഒരു പ്രത്യേക ഒരു രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ക്യാച്ച് ചെയ്യുന്നുണ്ട് അതേ രീതിയിൽ, മാക്സിമം ഈ പറഞ്ഞ പോലെ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയതാവാം എന്ന് കരുതുന്നു. ഈ ഫഹദിന്റെ ഒക്കെ റീൽ ചെയ്യാൻ എത്ര സമയം എടുക്കും പ്രാക്ടീസ് ചെയ്യാൻ? ഫഹദിന്റെ അങ്ങനെ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ സമയം എടുത്താരുടെ? അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ഇമോഷണൽ സീൻസ്, അതായത് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ആണല്ലോ മോഹൻലാലിൻ്റെ ആണല്ലോ, അതൊക്കെ വരുമ്പോൾ ഒരിച്ചിരി ഈ പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് വരണ്ടേ. ഈ പറഞ്ഞാൽ ഇമോഷൻ വരുമ്പം ചിലപ്പം ഡയലോഗ് തെറ്റും, ഡയലോഗ് കറക്റ്റായിട്ട് വരുമ്പോൾ ഇമോഷൻ തെറ്റും, ഇല്ല ടൈമിങ് പോകും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അതിൽ വന്നാലേ നമുക്കിത് ഔട്ട് വിടാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു വിഷമം നമ്മുടെ മുഖത്തുണ്ടോ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ മുഖത്തില്ലെങ്കിൽ പിന്നെയും ചെയ്യണം. അതാണ് ചടങ്ങാണെന്നൊക്കെ ചില പാടാണ്. ഫഹദിന്റെ ഈ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റീലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ആദ്യമൊക്കെ ആരെങ്കിലൊക്കെ ലൈക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആദ്യം ആരെങ്കിലൊക്കെ നെഗറ്റീവായിട്ട് പറയുമായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് റെസ്പോൺസ് 1-2 എണ്ണം വന്നതെന്നുള്ളതേ ഉള്ളൂ. അല്ല, അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അല്ലാതെ ഒരു നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫഹദിന്റെ റീലാണ് കത്തിയത് ഏറ്റവും ആദ്യം ഫഹദിന്റെ ആണ് കത്തിയത്. അതെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ CID മുതൽ ആശിഷ് വിദ്യാർത്ഥി സാറിന്റെ, പുള്ളിക്കാരൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ മുളംകുളിയിൽ സഹദേവൻ, അത് അത്യാവശ്യം കയറിയായിരുന്നു. അതുപോലെ സാർ അതിൽ കമന്റ് ഇട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നോക്കി ജോജു ചേട്ടൻ കമന്റ് ഇട്ടായിരുന്നു. അത് ലാലേട്ടന്റെ ഒരു ഇത് ചിത്രത്തിലെ ചെയ്തപ്പോൾ ജോജു ചേട്ടൻ അതിന് കമന്റ് ഇട്ടായിരുന്നു. അതെ. പിന്നെ അഭിലാഷ് പിള്ള പുള്ളി ചേട്ടൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ കമന്റ് അല്ലാതെ ആരെങ്കിലും പേഴ്സണലി വിളിച്ചിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തേക്കണേ? പേഴ്സണലി അങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞ സുരഭിലക്ഷ്മി ചേച്ചിയൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു വലിയ കാര്യമായിട്ട് തന്നെ അത് കരുതുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ഇതുപോലെ കണ്ടന്റുകളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കൊരു വലിയ താല്പര്യമാണ് അതൊക്കെ ഇനിയും ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ. പിന്നെ അഭിലാഷേട്ടനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്, ഫോണിൽ കോണ്ടാക്റ്റിലുണ്ട്. അതെ അതെ. നമ്മളിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ മൈന്യൂട്ട് സാധനം വരെ നമ്മൾ ചെയ്യണമെങ്കിൽ ആൾ അത്രയും നമ്മൾ ഒബ്സർവ് ചെയ്യണം അല്ലേ? ആ ചെറിയ എയും അത്രയും ഒബ്സർവേഷൻ വേണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരാളുടെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ സെലിബ്രിറ്റീസ് എന്നൊന്നുമില്ല, സാധാരണക്കാരെ വരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ ഉണ്ടാ? ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്യാറില്ല. നമ്മളീ പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചെയ്യാന്നുള്ളതാണല്ലോ. അങ്ങനെ നോക്കിയിട്ട് അല്ലാതെ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങനെയല്ല, നമുക്കങ്ങനെ തോന്നണം പുള്ളിയുടെ ഒരു മാനറിസം കൊള്ളാലോ, ചില വെറൈറ്റി ആണല്ലോ എന്നൊക്കെ തോന്നിയാൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഈ വലിയ ആക്ടേഴ്സൊക്കെ അങ്ങനെയാണല്ലോ പറയാറ്, പുറത്തുനിന്നുള്ള ആൾക്കാരെ കണ്ട് അവരുടെ ഒരു മാനറിസം കീപ്പ് ചെയ്തിട്ടാണല്ലോ അവർ ചെയ്യുന്നത്. നമ്മളിപ്പം ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളവരെ നോക്കി അവരുടെ മാനസം പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെന്നുള്ളത്. ഒരു പക്ഷേ സാധാരണ ആൾക്കാരിലേക്കും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വന്നാൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ ഏതെങ്കിലും ആക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ ഫിൽട്ടർ ചെയ്യൂ, ഇന്ന ആളെ ഞാൻ ചെയ്ത് നല്ലതായിരിക്കും, ഇന്ന ആളെ ഞാൻ ചെയ്ത മോശമായിരിക്കും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണോ ചെയ്യണത് അതോ? അങ്ങനെയില്ല. ഇപ്പോൾ അത്യാവശ്യം പോപ്പുലാരിറ്റി ആയിട്ടുള്ള ഡയലോഗുകൾ, അതായത് ഇപ്പോൾ ആരും കേൾക്കാത്ത ഒരു ഡയലോഗ് നമ്മൾ ചെയ്താൽ ഒരു പക്ഷേ ആർക്കും അറിയില്ലല്ലോ അത് ഏത് സിനിമയാണ് എന്താണ്. അപ്പോൾ കുറച്ചൊക്കെ കേട്ടിട്ടുള്ള ഡയലോഗുകൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ കാലഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം ഇറങ്ങിയ എല്ലാ സിനിമകളിലെയും എല്ലാം നമുക്ക് അത്യാവശ്യം കുറേയൊക്കെ ആ ഒരു സീൻ എന്താണെന്നും എന്താണ് ഇവർ ഡയലോഗുകൾ പറയുന്നതെന്നൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മൾ ബൈ ഹാർട്ടാണ്. അത് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നല്ല, ഇവിടെ എന്താണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളത് എടുത്താലും നമ്മുടെ മൈൻഡിലേക്ക് അത് വരും. ബേസിക്കലി ഈ പറഞ്ഞ പോലെ സിനിമയായിട്ട് അതുപോലെ പണ്ട് തൊട്ടേ സിനിമ കാണുന്ന ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. ഈ സിനിമയുടെ ഇഷ്ടം വന്നത് എങ്ങനെയാ? അങ്ങനെ പറയാൻ പറ്റില്ല, ചെറുപ്പം തൊട്ടേ ഇതൊക്കെ തന്നെ സിനിമ ഇങ്ങനെ ടി വിയിൽ വരുമ്പോൾ സിനിമ ആണ്, അത് കഴിഞ്ഞ് തിയേറ്ററിൽ പോകാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ തിയേറ്ററിൽ പോകുക, അത് തന്നെ. ഇപ്പൊ ഇങ്ങനെ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ പോയി കാണലുണ്ടോ തിയേറ്റർ? ഉണ്ട്. എല്ലാ സിനിമയും സമയം കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം എല്ലാ സിനിമ കാണാൻ. എപ്പോഴെങ്കിലും വേണ്ട റീൽസ് നിർത്തിയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ? വേണ്ട ഈ റീൽസ് ഒക്കെ എന്തിനാ അങ്ങനെയൊന്നും? റീൽസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻസ്റ്റയിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്നിന് റീച്ച് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഏകദേശം നിർത്തിയതാണ്. അതുപോലെ ഞാൻ ഒരു 2-3 സിനിമയിൽ ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചു എന്ന് പറയാൻ ചെറിയ വേഷങ്ങൾ. ഞാൻ ആദ്യമായിട്ട് വന്നത് സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ സിനിമയാണ് തരുൺ ചേട്ടൻ്റെ. അപ്പോൾ അതിൽ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതിലൊരു പോലീസുകാരനായിട്ട് ഒരു സ്റ്റേഷനിൽ ചെറിയ ഒരു ആക്റ്റീവായിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുമ്പോൾ പാസീവായിട്ട് നമ്മൾ സംസാരിക്കുന്ന അങ്ങനെ പോകുന്ന ഒരു പരിപാടി. കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ചട്ടമ്പി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതും പക്ഷേ ഈ കട്ടായിപ്പോയി, 4-5 സീനുണ്ടായിരുന്നു, അത് കട്ടായിപ്പോയി. ശ്രീനാഥ് വാസിയുടെ വരുന്നത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്ത പാതിരാത്രി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ ഷൂട്ട് നടന്നത്. അപ്പോൾ ഞാൻ ഋത്തിന മേഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പുഴുവിൻ്റെ ഡയറക്ടർ ഋത്തിന മേഡമാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ സൗബിക്ക് അതുപോലെ തന്നെ നവ്യ നായരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുമാണ്. അപ്പം ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോയപ്പം ഈ പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു, പരിചയപ്പെട്ടു, വീഡിയോ ഒക്കെ കാണിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഋത്തിന മേഡം എനിക്ക് അറ്റ് എ ടൈമിൽ എനിക്ക് തന്ന ഒരു അവസരമാണത്. അതിൻ്റെ അകത്ത് ഒരു സീനേ ഉള്ളൂ, പക്ഷേ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനാണ്. കട്ടായി പോയില്ലെങ്കിൽ വരുമെന്ന് വിചാരിക്കുന്നത്. സ്പോട്ടിൽ കിട്ടിയ ഒരു അവസരമാണ്. അതെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മളൊരു റൗണ്ടിലേക്ക് കിടക്കാൻ പോകും. സിമ്പിളാണ് റൗണ്ടിന്റെ പേര്, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഓക്കെ, ആക്ടിങ് റൗണ്ട്. അതായത് ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പറയും, ആ മൂവി ഡയലോഗ് വെച്ചിട്ട് നമുക്ക് സിങ്ക് ചെയ്ത് ആക്ട് ചെയ്യാം. ഓക്കെ, ഫഹദ് ഫ്രഷ്. മോശമെന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെൺകൊച്ചിനെ തരാന്നൊക്കെ പറയുന്നത് സൈസാറിന്റെ പൊസിഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട 3 പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനെന്താ ചെയ്തേ? പക്ഷേ ബേബി ഡിഷ് എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലി ഞങ്ങളുടെ. പിന്നെ സൈസാറിന് ഇപ്പോഴത്തെ ലോറിയല്ലോ, ഒരു പെണ്ണ് ഏത് തെൻ്റെ വേണേലും കേട്ടാ. കഷ്ണം ലോഹാതായിപ്പോയി. അപ്പം ഇവനൊരു പണിയൊക്കെ ആയിട്ട്
നിങ്ങളുടെ വീട് മെച്ചപ്പെടുന്ന എനിക്ക് ബോധ്യം വരുന്ന അവസ്ഥയിൽ നമുക്ക് സംസാരിച്ചാൽ പോരെ? അടിപൊളി, ശരിക്കും അതുപോലെ തന്നെ അല്ലേ? ആ അതുപോലൊക്കെ. ഓക്കെ ഓക്കെ, അടുത്തത് ഹാപ്പി ഹസ്ബൻഡ്സിൽ ജയറാമേട്ടൻ. ഞാൻ വന്നത് തന്നെ കാണാൻ വേണ്ടിട്ടാ. ഞാൻ തുറന്നു പറയാം, എനിക്ക് എൻ്റെ ഭാര്യയോട് തീരെ താല്പര്യമില്ല. പെൺമുറപ്പുണ്ടാക്കുന്നതിൻ്റെ കാര്യം. പക്ഷേ ആളൊരാൾ പറഞ്ഞ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കുട്ടി ഏതുവരെ പഠിച്ചു എന്നാ പറഞ്ഞ? അതിൽ കൂടുതലൊക്കെ ഞാൻ പഠിക്കുന്നതല്ലേ. തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അടുത്തത് നമുക്ക് മൂളം കുഴിയിൽ സഹദേവൻ. ഓക്കെ, മൂളം കുഴിയിൽ സഹദേവൻ. മൂളം കുഴിയല്ല, മൂലം കുഴിയിൽ സഹദേവൻ. I'm sorry, my Malayalam is not good. നീ പോലീസ് ഓഫീസറാக ട്രൈ பண்ணிட்டு இருக்க. ഞാനും സാറിനെ പോലെയൊക്കെ ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ. Good. இந்த மாதிரி ஆளுங்க நம்ம டிபார்ட்மெண்ட்க்கு வர வேண்டியது ரொம்ப அவசியம். எதுக்கு நீ ஹாஸ்பிடல்ல பாம்பு வச்சது? സാർ எதுக்கு நீ ஹாஸ்பிடல்ல பாம்பு வச்சது? സാർ 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 എന്തായി പറയണേ? ഞാൻ ബോംബ് വെച്ചെന്നോ? மூலம் குழியில் சகதேவன். போய் சொல்லக்கூடாது. எனக்கு தெரியும். பாம்பு வச்சது நீ, பாம்பு பார்த்தது நீ, பாம்பை வெடிக்க வச்சதும் நீ. സാർ മൂളം അടിപൊളി അടിപൊളി. ഓക്കെ, ജോർജ് സാറും ചെയ്യാം. 36 വർഷമായടാ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചട്ടത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറെന്നാടാ, നീ ആരാടാ ഈ പേടിപ്പിക്കുന്നേ എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനെയാ. ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ആക്ടേഴ്സിനെ സിനിമയിൽ അഭിനയിക്കുന്ന സാധനം ഞാൻ നേരിട്ട് കണ്ട്. അടിപൊളിയായിരുന്നു. ഇത്രയും പെട്ടെന്ന് സിനിമയിലേക്കൊക്കെ കാണട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾറെഡി 2-3 സിനിമ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഹാപ്പി. എന്ന് പറഞ്ഞാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ആളുകൾക്ക് കിട്ടുമ്പം അവരെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും ഹാപ്പിയാണ്. ആൻഡ് ആദ്യത്തെ സിനിമ ഇറങ്ങും വീണ്ടും വരണം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വരുമെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.